ഒയാസിസ് കമ്പനിക്ക് ഡൽഹി മദ്യനയത്തിൽ അടക്കം ആരോപണ വിധേയമായിട്ടുള്ള ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് മദ്യക്കമ്പനി തുടങ്ങാൻ അനുമതി നിഷേധിച്ചുള്ള ക്രമപ്രശ്നമാണ് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഉന്നയിച്ചത്. ഇതിന് മറുപടിയായിട്ടാണ് എം.പി. രാജേഷ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതായത് ഒയാസിസ് കമ്പനിക്ക് അപേക്ഷ നൽകുന്നതിന് മുമ്പേ അനുമതി നിഷേധിച്ചു എന്ന് പറയുന്ന കാര്യം തെറ്റാണ്. നേരത്തെ തന്നെ അപേക്ഷ ലഭിച്ചിരുന്നു. അതിൽ കൃത്യമായ പരിശോധനകൾ നടത്തി പ്രാഥമിക അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാണ് എക്സൈസ് മന്ത്രിയായ എം.പി. രാജേഷ് സഭയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ ഉപയോഗിക്കുന്നത് ഭൂഗർഭജലമല്ല, കൃത്യമായി മറ്റ് മഴവെള്ള സംഭരണി അടക്കമുള്ള കാര്യങ്ങൾ ഇവർക്കുണ്ട്. ഭൂഗർഭജലം ഒരിക്കലും ഉപയോഗിക്കുകയില്ല. ജലസ്രോതസ്സുകളെ ഒരിക്കലും മലിനമാക്കുന്ന ഒരു നടപടി ഈ ഒയാസിസ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പ്രാഥമികമായിട്ടുള്ള അനുമതി കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ തെലങ്കാന മുൻ മുഖ്യമന്ത്രി N.T. രാമറാവുവിന്റെ മകൾ കെ കവിത ഈ വിഷയത്തിൽ നേരത്തെ ഡൽഹി കമ്പനിക്ക് വേണ്ടി ഇടപെട്ടത് സമാനമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷ ആരോപണവും എക്സൈസ് മന്ത്രി നിഷേധിക്കുകയുണ്ടായി. കവിതയെ കാണുകയോ അവർ കേരളത്തിൽ വരികയോ ചെയ്തിട്ടില്ല എന്നും കൃത്യമായി നടപടികൾ പരിശോധിച്ചുകൊണ്ട് ഒരു അനുമതിയാണ് ഈ കമ്പനിക്ക് നൽകിയിരിക്കുന്നതെന്നും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള എത്തനോൾ ഉൽപ്പാദനത്തിന് ഇനിയും അപേക്ഷകൾ ലഭിക്കുകയാണെങ്കിൽ അത് കൃത്യമായി അനുവദിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യമാണ് എക്സൈസ് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം ഇന്ന് അടിയന്തര പ്രമേയത്തിന് കൂടി ഇപ്പോൾ അനുമതി നൽകിയിട്ടുണ്ട്. കുട്ടികളിൽ വ്യാപകമായി വരുന്ന ലഹരി ഉപയോഗവും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ആ വിഷയം അടിയന്തര പ്രമേയമായി തന്നെ എടുത്ത് ചർച്ച നടത്താമെന്നുള്ള കാര്യം ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. 12 മണിക്കാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയം എടുത്ത് ചർച്ച നടക്കുക. ശരി, PS വിനയ നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. സംസ്ഥാനത്തെ യുവാക്കളിൽ ലഹരി കാരണമുള്ള അതിക്രമം വർദ്ധിച്ചു വരുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷം നോട്ടീസ് നൽകി.